ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് ബഡ്ജറ്റ് റേറ്റിൽ വരുന്നത് റെഡി ടു വെയർ 3 പീസ് സെറ്റ് ആണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കളക്ഷൻസിലേക്ക് പോയാലോ? അതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എനിക്ക് മെസ്സേജസും കമൻസും ഒക്കെ ചെയ്യുന്നുണ്ട്, അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കനോട് എന്നെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഇനി ഞാൻ അങ്ങോട്ടിരുന്ന കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് കസ്റ്റമർ എനിക്ക് പറയാറുണ്ട്, മാം ഞങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോയി, റീസ്റ്റോക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റിയ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് കൊണ്ടുവരുന്നുണ്ടാവും, കാരണം അവർ അത്രയും ഇഷ്ടപ്പെട്ട് പറയുന്നതല്ലേ. അപ്പം നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ കളക്ഷൻസിലേക്ക് പോയാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക്കാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. റോമൻ സിൽക്ക് ആണ് കേട്ടോ. റോമൻ സിൽക്ക് ആണെങ്കിൽ തന്നെയും നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഒരു കംഫർട്ടബിൾ തരുന്ന ഒരു എലഗൻ ലുക്ക് തരുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് റേറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. പാൻറ് വരുന്നുണ്ട്, ടോപ്പും വരുന്നുണ്ട്, ദുപ്പട്ടയും വരുന്നുണ്ട്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലൈനിങ് അറ്റാച്ച്ഡ് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് വരുന്നത്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ കാണിക്കാം. ഇതിന്റെ ഈ നെക്ക് ഏരിയ കണ്ടോ, ഹെവി ആയിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫുൾ വന്നിട്ട് ബീഡ്സ് വർക്കാണ്, വൈറ്റ് ഷെയ്ഡിലുള്ള ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് അതേപോലെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ് വർക്കും കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. ലെങ്ത് വന്നിട്ട് അത്യാവശ്യം 47 ലെങ്ത് വരുന്നുണ്ട്. ലെങ്ത് ഒന്നും കുറവൊന്നുമില്ല. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണെങ്കിൽ തന്നെയും ഒരുപാട് ഇങ്ങനെ കയറിയിട്ടുള്ള സൈഡ് സ്ലിറ്റ് അല്ല, നല്ല കുറച്ച് ഇറങ്ങിയിട്ടുള്ള സ്ലിറ്റ് ആണ് കേട്ടോ. നമുക്ക് വെയർ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലിറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് അവിടെ ആയിട്ട് ഈ യോക്ക് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു വൈറ്റ് ബീഡ്സ് വർക്ക് വന്നിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ ഓൾ ഓവർ കുറച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിന്റെ കുർത്തി വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്. ബേബി പിങ്കും അല്ല, എന്താ പറയുക, ഇത് എക്സാക്ട് ഷെയ്ഡ് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബേബി പിങ്കിന്റെ കുറച്ചൊരു ഡാർക്ക് പിങ്ക് ആണ് വരുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്, ഒരു ഡിഫറൻസ് ഇല്ല. അപ്പൊ എൻ്റെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കറിയാം, അവരെല്ലാവരും എൻ്റെ അടുത്ത് പറയാറുള്ളത് വീഡിയോയിൽ കാണുന്ന സെയിം ക്വാളിറ്റിയിലും സെയിം ഷെയ്ഡിലും അവരുടെ കയ്യിൽ എത്തുന്നുണ്ടെന്നാണ് അവർ പറയാറുള്ളത്. അത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ പാൻറ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 39 ആണ് വരുന്നത്. ഒരു പെൻസിൽ ഫിറ്റ് പാൻറ് ഒന്നും അല്ല വരുന്നത്. അതുകൊണ്ട് ഇത്രയും ലൂസ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിന്റെ പാൻറ് വരുന്നത്. പാൻറ് ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാൻറ് ലൈനിങ് ഇല്ല. ലൈനിങ് ഇല്ലെങ്കിൽ തന്നെയും കുഴപ്പമില്ല, റോമൻ സിൽക്ക് ആണല്ലോ, അത്യാവശ്യം കട്ടിയുള്ള ഒരു ഫാബ്രിക് ആണ് വരുന്നത്. അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതുണ്ടോ, ദുപ്പട്ട വന്നിട്ട് നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. 2.5 ആണ് വരുന്നത്. ദുപ്പട്ടയിൽ വന്നിട്ട് ഓൾ ഓവർ ആയിട്ട് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറ് ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പൊ നമ്മളിപ്പോൾ കണ്ട ഈ കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് അതങ്ങോട്ട് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ്, അതായത് ഒരു തത്തപ്പച്ച എന്ന് പറയും കേട്ടോ. നമ്മൾ ഈ ഒരു ഷെയ്ഡ് അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. 3 പീസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇത് ഒരുപാട് കസ്റ്റമർക്ക് ഇത് ഞാൻ റീൽസ് ഇട്ടപ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലോക്കലിൽ കസ്റ്റമർ ഉണ്ടാവുമല്ലോ നമ്മുടെ പരിചയത്തിലുള്ള. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്ത ഷെയ്ഡാണ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇതിന്റെ നെക്ക് വി നെക്കാണ് വരുന്നത്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. വി നെക്ക് പോലെ വന്നിട്ട് അതിൽ ഫുള്ളായിട്ടും ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയാണ്. ഈ ഒരു ബഡ്ജറ്റിനൊക്കെ 3 പീസ് സെറ്റ് നമുക്ക് ഈ ഒരു റേറ്റിനൊന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഫുൾ വന്നിട്ട് ബീഡ്സ് വർക്ക് വരുന്നുണ്ട്, അതിലിടയിലായിട്ട് ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതുകൊണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും ഈ ഫ്രണ്ട് പോർഷനിൽ ഓൾ ഓവർ വന്നിട്ട് ആ ഒരു വൈറ്റ് കളറ് ബീഡ്സ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പാൻറ് വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് 39 ആണ് വരുന്നത് കേട്ടോ. കുർത്തിന്റെ ലെങ്ത് വന്നിട്ട് 46-47 ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ പാൻറ് വരുന്നത്.
അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയിൽ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഫുള്ളായിട്ടും ആ ഒരു വർക്ക് പോകുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളർ വർക്ക് പോകുന്നുണ്ട്. ദുപ്പട്ടൻ്റെ ലെങ്ത് വന്നിട്ട് 2.5 ആണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അത്യാവശ്യം വീതി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു ബഡ്ജറ്റിന് വന്നിട്ട് ഡെയിലി വെയർ ആയിട്ട് അല്ലെങ്കിൽ വന്നിട്ട് ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള 3 പീസ് സെറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട 2 കുർത്തിൻ്റെ സൈസ് വന്നിട്ട് L to 3XL ആണ് വരുന്നത്. അപ്പം M സൈസുകാർ ആരും വിഷമിക്കേണ്ട. L സൈസ് വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് വന്നിട്ട് റോമൻ സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെയും ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഓൾട്ടർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഈ 3 പീസ് സെറ്റിന് വന്നിട്ട് 999 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 999 അഫോർഡബിൾ അല്ലേ? ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ താഴെ എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു എലഗന്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ.